ഇങ്ങോട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഇങ്ങോട്ട് ചെയ്യുക. ഞാൻ തിരിച്ചാലേ വണ്ടി വരത്തുള്ളെന്നും അല്ല ഇത്രയും തിരിച്ചാലേ വണ്ടി വരുവുള്ളെന്നും ഇത്രയും തിരിച്ചാൽ മതിയെന്നും ഒക്കെ ഉള്ള ഒരു ബോധ്യം നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് കിട്ടത്തുള്ളൂ. ഈ സ്റ്റിയറിംഗിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും. കാരണം തിരിക്കുന്നതിന് പകരം എന്ത് ചെയ്യും, കൂടുതലായിട്ട് മുറുകെ അങ്ങ് പിടിക്കും. അപ്പൊ ഈ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാകും ഒരു കാരണവശാലും ഇത് തിരിയത്തില്ല എന്നുള്ളത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇങ്ങനെ 10 കൊണ്ട് മാത്രം കൊണ്ട് 50 കാലം കൊണ്ട് അതുപോലെ തന്നെ 8 നിങ്ങൾ സ്റ്റിയറിംഗിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കരുത്. നമ്മുടെ 2 കൈയും വന്നാൽ ഈ ഒരു അളവൊക്കെ ആയിരിക്കും. പക്ഷെ ഒരു കൈ വന്നാൽ നമുക്ക് ഇത് ഒരു അളവും അല്ല, ഒരു ക്ലോക്കിന്റെ അടയാളം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമുക്കിത് 2 കൈ കൊണ്ട് സ്റ്റിയറിംഗ് പിടിക്കാനുള്ളതാണ്, നമുക്ക് തിരിക്കാനുള്ളതാണ് സ്റ്റിയറിംഗ്. ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ വാട്സപ്പിനകത്ത് സംശയങ്ങൾ ചോദിക്കരുത്. നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് തന്നെ യൂട്യൂബിനകത്ത് ചോദിക്കുക, വീഡിയോയിൽ ചോദിക്കുക. കാരണം ഒരുപാട് പേര് വാട്സപ്പ് വഴി സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ വാട്സപ്പിനകത്ത് വന്ന് നിങ്ങൾ ചോദിക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഒന്നിലേക്ക് പറഞ്ഞു തരാം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് പലരും വന്ന് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സ്റ്റിയറിംഗ് ബാലൻസ് മാത്രം കിട്ടുന്നില്ല, അപ്പം അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് പലരും വന്ന് ചോദിച്ചപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കും ഒരു വാഹനം ഓടിക്കണം ഈ ആഗ്രഹമാണ്, പക്ഷെ സ്റ്റിയറിംഗിന്റെ കൺട്രോൾ കിട്ടുന്നില്ല. അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാമെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ ഞാൻ കാണിച്ചു തരുന്നതും പറഞ്ഞു തരുന്നതും. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം വഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് ഒരു കാര്യം കൂടി, ഇതുപോലെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി, വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു. നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടിപ്പിക്കാറുണ്ട്, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസിന് ശേഷം 1-2 പ്രാക്ടീസിന് പോയതല്ലേ, പ്രായം കൊണ്ടായിരിക്കും, നിർത്തിക്കുമെന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട്. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം 70 വയസ്സ് 80 വയസ്സ് 85 വയസ്സുള്ള അമ്മച്ചിമാരും അപ്പച്ചന്മാരും വാഹനം ഓടിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം ആഗ്രഹം ഉണ്ടോ, എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് സ്റ്റിയറിംഗിന്റെ ബാലൻസ് എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് പഠിച്ചെടുക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും ഒരു വാഹനം വീട്ടിൽ കിടക്കുന്ന വാഹനം എടുക്കാൻ പേടി, സ്റ്റിയറിംഗിന്റെ ബാലൻസ് കിട്ടാത്തതുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് കൃത്യമായിട്ട് നമുക്ക് പേടി കൂടാതെ സ്റ്റിയറിംഗിന്റെ ബാലൻസ് നമുക്ക് കൃത്യമായിട്ട് എളുപ്പം കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റിയറിംഗിന്റെ ബാലൻസ് നമുക്ക് പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് നമ്മൾ ഇതുപോലുള്ള പ്ലെയിനായ സ്ഥലങ്ങളിൽ നിങ്ങൾ ആദ്യം വരണം. നമുക്ക് ഒരു റോഡിലാണ് വാഹനം ഓടിക്കേണ്ടത് എങ്കിലും നമുക്ക് ഇതുപോലുള്ള സ്ഥലത്ത് നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ സ്റ്റിയറിംഗിന്റെ ബാലൻസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്ലെയിനായ സ്ഥലത്ത് വന്നിട്ട് എന്ത് ചെയ്യണം, ഞാൻ സ്റ്റിയറിംഗിൽ പിടിക്കേണ്ട ഒരു പ്രോപ്പർ കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പലരും പറയും ഇതുപോലെ 10-10 പിടിക്കണം, അതുപോലെ തന്നെ 9.25 പിടിക്കണം, അതുപോലെ തന്നെ 8-20 പിടിക്കണം, ഈ ഒരു രീതിയിൽ പിടിച്ചാൽ നമുക്ക് വാഹനം ഓടിക്കാന്ന് പറയും. അപ്പൊ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ സ്റ്റിയറിംഗിൽ പിടിച്ചോടിക്കരുത്. കാരണം നമ്മൾ 2 കൈ കൊണ്ടാണ് നമ്മൾ വണ്ടി ഓടിക്കേണ്ടത്. അപ്പൊ ഈ 2 കൈയും സ്റ്റിയറിംഗിൽ വന്നാൽ ഇതിൽ ഏതെങ്കിലും ഒരു അളവായിരിക്കും. ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ നേരത്തെ കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് 2 കൈയും വന്ന് സ്റ്റിയറിംഗിൽ വന്നു കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു അളവായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു അളവ് പിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വണ്ടി ഓടിക്കാൻ കഴിയത്തില്ല. കാരണം ബാലൻസ് ആയി വരുമ്പോൾ ഒരു കൈ മാത്രമേ പിടിച്ചുള്ളൂ, നമുക്ക് ഇതിനകത്ത് ഒരു അളവ് പറയാൻ പറ്റത്തില്ല. ഇത് കണ്ടില്ലേ, ഇതിലേതാണ് അളവെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 9.25 അല്ല, അതുപോലെ തന്നെ 8-20 10-10 അല്ല. അപ്പൊ 2 കൈയും വന്നാൽ എന്തായാലും ഇങ്ങനെ ആരും പിടിക്കുന്നില്ല, അതുപോലെ തന്നെ ഇങ്ങനെ ആരും പിടിക്കുന്നില്ല, അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങനെ ആരും പിടിക്കുന്നില്ല. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെ ആയിരിക്കും 2 കൈ വരുമ്പോൾ ഈ ഒരു അളവായിരിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു അളവിൽ പിടിച്ചുകൊണ്ട് നമുക്കൊരു വാഹനം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഓടിക്കാൻ കഴിയത്തില്ല. കാരണം എല്ലാ റോഡും ഒരുപോലത്തെ അല്ല, നമുക്ക് സ്ട്രെയിറ്റ് ഇങ്ങനെ പിടിച്ചോണ്ടിരുന്ന് ഓടിക്കാൻ പറ്റത്തില്ല. വളവുണ്ടാകും, വളവിനനുസരിച്ച് നമുക്ക് ഈ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞ് നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പം തിരിച്ചു കൊടുക്കാനുള്ള സ്റ്റിയറിംഗ് ആയതുകൊണ്ട് നമുക്ക് ഇതിൽ ഒരളവ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് കണ്ടില്ലേ, ഞാനിപ്പോ തിരിക്കുന്നു, ഇതിപ്പോ 9.25 അല്ല 10-10 അല്ല, അതുപോലെ തന്നെ 8-20 അല്ല കൈ ഇരിക്കുന്നത് കണ്ട. അപ്പൊ നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡുകളിൽ നിന്നാണ് ഇങ്ങനെ പോകുന്നതാണ്, ഇത്രയും കൊണ്ടിരുന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ വേണം പിടിച്ചോണ്ടിരിക്കാം. അപ്പൊ എല്ലാ റോഡും ഇതേപോലെ അല്ലാത്തത് കൊണ്ട് നമുക്ക് കൈ മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട് തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു പ്രോപ്പർ ഈ അളവും വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വണ്ടി ഓടിക്കാൻ കഴിയത്തില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇതുപോലുള്ള പ്ലെയിനായ സ്ഥലങ്ങളിൽ വന്നിട്ട് നിങ്ങളുടെ കൈ ഒരു കാരണവശാലും തീരെ, ഞാൻ പലരും കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇങ്ങനെ കൈ ഇങ്ങനെ അകത്തോടിട്ട് പെട്ടെന്ന് തിരിക്കാനുണ്ട്, അപ്പൊ ഇങ്ങനെ കൈ ഇടിക്കും. നിങ്ങൾ ഒരു കാരണവശാലും ഇതിന്റെ ഉള്ളിൽ കൂടെ നിങ്ങൾ ഇങ്ങനെ കൈ ഇട്ട് നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യരുത്. കാരണം
നമ്മൾ എപ്പോഴും ഒരേ റോഡല്ലായിരിക്കും, ചിലപ്പോൾ കല്ലുള്ള റോഡൊക്കെ ആയിരിക്കും. അപ്പൊ ഈ ടയറുകൾ എവിടെയെങ്കിലും കയറി കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, നിങ്ങളുടെ കൈ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ടയർ ചിലപ്പോൾ ആ കല്ലിന് തെറിക്കാം. തെറിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, സ്റ്റിയറിംഗ് നമുക്ക് വെട്ടിയടിക്കും, ഈ വെട്ടി തിരിഞ്ഞടിക്കും. അപ്പൊ തിരിഞ്ഞടിക്കുമ്പോൾ നമ്മുടെ കൈയൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഈ ഇതിന്റെ ഉള്ളിൽ കൈ പിടിച്ച് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യരുത്. കാരണം ഈ ഉള്ളിൽ കൈ പിടിച്ച് ഓടിക്കുന്ന വണ്ടിയിൽ നിന്ന് ഹെവി വാഹനങ്ങളാണ്, അതായത് ബസ്സും കാര്യങ്ങളൊക്കെ, അതിന്റെയൊക്കെ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ഇരിക്കുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ ഒരു കാരണവശാലും ഉള്ളിൽ കൈ പിടിക്കരുത്. നമ്മൾ പുറത്തൂടെ വേണം എന്ത് ചെയ്യാൻ, കൈ പിടിക്കാൻ വേണ്ടി. പുറത്തൂടെ ഇരിക്കുന്ന സ്റ്റിയറിംഗിന് പുറത്തൂടെ വേണം എന്ത് ചെയ്യാൻ, കൈ നിങ്ങൾ പിടിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതേപോലുള്ള പ്ലെയിനായ സ്ഥലങ്ങളിൽ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേപോലെ നിങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കണം. ഞാൻ ഇങ്ങോട്ട് കുറച്ച് തിരിച്ചു, വണ്ടിയുടെ ഫ്രണ്ട് എങ്ങോട്ട് പോകുന്നു, അതേപോലെ ഇങ്ങോട്ട് തിരിച്ചിട്ട് എങ്ങോട്ട് പോകുന്നു. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ഒരു കൈവഴക്കവും കാര്യങ്ങളും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് തിരിച്ചാല് റൈറ്റിലോട്ടാണോ തിരിക്കേണ്ടത്, ലെഫ്റ്റിലോട്ടാണോ തിരിക്കേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതുപോലുള്ള പ്ലെയിനായ സ്ഥലത്ത് വന്ന് ഇതുപോലെ എന്ത് ചെയ്താൽ മതി, ഒന്ന് ഓടിച്ച് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് പേടികൾ മാറും, എത്രയും തിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. അതായത് ഈ ഒരു കൈ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നിങ്ങൾ തിരിക്കണം. അപ്പൊ ഇങ്ങോട്ട് തിരിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് നോക്കണം കേട്ടോ, ഇങ്ങനെ നോക്കി ഇങ്ങനെ തിരിക്കണം. അപ്പം നമുക്ക് ഇത്ര സ്ഥലങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് പേടിക്കണ്ട, തട്ടുവന്നോ മുട്ടുവന്നോ പേടിക്കണ്ട. അപ്പൊ നിങ്ങളുടെ കൈ ഇങ്ങനെ ഒന്ന് ആദ്യമേ നമ്മൾ തുടക്കമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ കടന്ന് നിരങ്ങുമൊക്കെ നിങ്ങൾക്ക് വേദന എടുക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങളെ ഈ കൈ വേദന എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യണം, ഈ ഒരു കൈ ഇങ്ങനെ ചെയ്യണം കേട്ടോ, ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ആ ഒരു പേടികൾ അങ്ങ് മാറും. നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി വരുമോ, നമ്മൾ തിരിച്ചാ വരുമോ എന്നൊക്കെ. കാരണം നമുക്ക് പെട്ടെന്ന് തിരിച്ച്, അതായത് നമുക്ക് ഇപ്പൊ സ്പേസ് കുറവ്, പെട്ടെന്ന് തിരിക്കണം. ഇതോടാ പെട്ടെന്ന് തിരിക്കണം, ഇങ്ങനെ തിരിച്ചാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, പെട്ടെന്ന് വരത്തുള്ളൂ. പക്ഷെ ഒരു തുടക്കക്കാരെ സംബന്ധിച്ചോളം എന്ത് ചെയ്യത്തില്ല, ഇങ്ങനെ അഥവാ ഇങ്ങനെ തിരിച്ചുകൊണ്ട് അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിലും പെട്ടെന്ന് തിരിക്കണമെങ്കിൽ അവരെന്ത് ചെയ്യും, ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യും. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന പെട്ടെന്ന് വരികയാണ്. കണ്ടില്ല, നമുക്ക് എത്ര നേരം കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് കണ്ടാ. അതേ സമയത്ത് ഇങ്ങനെ വരുവാണെങ്കിൽ കണ്ടാ ഒറ്റ അടിക്ക് തന്നെ കണ്ട ഇങ്ങനെ വന്ന് കണ്ടാ. അതേ സമയത്ത് അറ്റത്ത് കിടക്കുന്ന ഒരു വണ്ടി ഇങ്ങനെ തിരിച്ച് എത്ര നേരം കൊണ്ട് വരും കണ്ടാ, എത്ര ഇതുവരെയും വന്നിട്ടില്ല കണ്ടാ. അപ്പൊ ഇങ്ങനെ നമുക്ക് തിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പേടികൾ കൂടുകയുള്ളൂ. അപ്പൊ നമുക്ക് ആ ബാലൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്ലെയിനായ സ്ഥലങ്ങളിൽ പോയി ഇതുപോലെ ഇങ്ങനെ രണ്ട് കൈയും മാറ്റി വെച്ച് ഇങ്ങനെ കണ്ടാ. അപ്പൊ നമ്മളിങ്ങനെ അടുപ്പിച്ച് തന്നെ പിടിക്കണം, ഇങ്ങനെ വേറെ ഇങ്ങനെ അകത്ത് പിടിപ്പിക്കുന്നത്, അടുപ്പിച്ച് തന്നെ പിടിച്ചിട്ട് ഇങ്ങനെ തന്നെ തിരിക്കുക. ഇത് കണ്ട. അപ്പൊ പതിയെ തന്നെ വേണം ചെയ്യാൻ, ഫസ്റ്റ് ഗിയർ തന്നെ ഇട്ടിട്ട് പതിയെ തന്നെ വേണം. അഥവാ സ്പീഡ് കൊണ്ടുപോകണമെങ്കിൽ ബ്രേക്കിലും ക്ലച്ചിലും ഒന്ന് സ്ലോ ചെയ്തുകൊണ്ട് ഇങ്ങനെ കണ്ട. അപ്പൊ നമുക്ക് ഇങ്ങനെ ആ ഒരു ബാലൻസ്, അങ്ങോട്ട് നോക്കി വേണം അങ്ങോട്ട് തിരിക്കാൻ, ഇങ്ങോട്ട് നോക്കി വേണം ഇങ്ങോട്ട് തിരിക്കാൻ കണ്ട. അപ്പൊ കൈ കഴിച്ച് കഴിയുമ്പോൾ ഈ കൈ കൊണ്ട് ഇങ്ങോട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് ചെയ്യുക. ഇങ്ങനെ നമുക്ക് കുറെ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പേടികൾ എന്ത് ചെയ്യും, സ്റ്റിയറിംഗ് ഞാൻ തിരിച്ചാലേ വണ്ടി വരത്തുള്ളെന്നും, അല്ല ഇത്രയും തിരിച്ചാലേ വണ്ടി വരുവുള്ളെന്നും, ഇത്രയും തിരിച്ചാൽ മതിയെന്നും ഒക്കെ ഉള്ള ഒരു ബോധ്യം നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ നമുക്ക് പേടികൾ എന്ത് ചെയ്യത്തില്ല, മാറത്തില്ല. കാരണം ഈ സ്റ്റിയറിംഗിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. കാരണം തിരിക്കുന്നതിന് പകരം എന്ത് ചെയ്യും, കൂടുതലായിട്ട് മുറുകെ അങ്ങ് പിടിക്കും. അപ്പൊ ഈ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാകും ഒരു കാരണവശാലും ഇത് തിരിയത്തില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും സ്റ്റിയറിംഗിൽ മുറുകെ പിടിക്കുവാനോ, അതേപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇങ്ങനെ 10 കൊണ്ട് മാത്രം കൊണ്ടിരിക്കുക, അതുപോലെ 9 കൊണ്ട്, അതുപോലെ തന്നെ 8-20 പിടിച്ചോണ്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ സ്റ്റിയറിംഗിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കരുത്. നമ്മുടെ രണ്ട് കൈയും വന്നാൽ ഈ ഒരു അളവൊക്കെ ആയിരിക്കും. പക്ഷെ ഒരു കൈ വന്നാൽ നമുക്ക് ഇത് ഒരു അളവും അല്ല കേട്ടോ, ഒരു ക്ലോക്കിന്റെ അടയാളവും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമുക്കിത് രണ്ട് കൈ കൊണ്ട് സ്റ്റിയറിംഗ് പിടിക്കാനുള്ളതാണ്, നമുക്ക് തിരിക്കാനുള്ളതാണ് സ്റ്റിയറിംഗ്. അപ്പൊ അത് ഇപ്പൊ ഒരേ അളവ് വെച്ചുകൊണ്ട് നമുക്ക് സ്റ്റിയറിംഗ് തിരിക്കാനും നമുക്ക് കഴിയത്തില്ല. അപ്പൊ ഇതേ രീതിയിൽ ഇങ്ങനെ നമുക്ക് രണ്ട് കൈ മാറ്റി തിരിച്ചും ഇതേപോലെ നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് പേടി കൂടാതെ സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റാതെ നമുക്ക് എവിടെയും എന്ത് ചെയ്യാം, ഒരു വാഹനം നമുക്ക് പേടി കൂടാതെ ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതും കാണിച്ചു തന്നതൊക്കെ വ്യക്തമായി മനസ്സിലായി വിചാരിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട്, അല്ല ഇന്ന ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ ചെയ്യുന്നതായിരിക്കും. തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ വാട്സപ്പിനകത്ത് സംശയങ്ങൾ ചോദിക്കരുത്. നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റായിട്ട് തന്നെ യൂട്യൂബിനകത്ത് ചോദിക്കുക, വീഡിയോയിൽ ചോദിക്കുക. കാരണം ഒരുപാട് പേര് വാട്സപ്പ് വഴി സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ വാട്സപ്പിനകത്ത് വന്ന് നിങ്ങൾ ചോദിക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഒന്നിലേക്ക് പറഞ്ഞു തരാം, അല്ലെങ്കിൽ ആ വീഡിയോ ചെയ്ത് തന്നെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇത് എന്താ യൂസ്ഫുൾ ആയെന്നുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.